ഹലോ ഫ്രണ്ട്സ്, ഒരു തെർമോകോൾ ബോക്സ് കൊണ്ട് എങ്ങനെ ഒരു അക്വേറിയം ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു മെഡിസിൻ്റെ തെർമോകോൾ ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു സൈഡ് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കറക്റ്റ് ലെവലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ കറക്റ്റ് അളവിലുള്ള ഗ്ലാസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായ ഗ്ലാസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിലിക്കോൺ ആണ് വേണ്ടത്. സിലിക്കോൺ, അതുപോലെ തന്നെ ഒരു സാൻഡ് പേപ്പർ. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് മിനുസപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്കൊന്ന് സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൈ മുറിയാനും മറ്റും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സിലിക്കോൺ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 3 സൈഡിലും നന്നായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ സിലിക്കോൺ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തെർമോകോൾ ബോക്സിൻ്റെ അകത്ത് നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് ഒരു വിരലും കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് ആ ഗമ്മൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ നിന്ന് ഇതുപോലെ ചെയ്യുക. അകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് സിലിക്കോൺ വെച്ച് കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടും. ലീക്കേജ് ഒക്കെ നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെയും 3 സൈഡ് ഒന്നോടെ സിലിക്കോൺ വെച്ച് ഫിക്സ് ചെയ്യാം. ഇത് നമ്മളിവിടെ വാട്ടർ ടെസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഇത്രയും ലെവൽ വെള്ളമാണ് എടുത്തിരുന്നത്. ഇന്നലെ വൈകുന്നേരം വെച്ചതാണ്. 24 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ വെള്ളത്തിന്
കുറവൊന്നുമില്ല, അതായത് ലീക്കേജ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് നെറ്റ് വെച്ച് കൊടുക്കാനാണ്, എയർ കണ്ടീഷന് വേണ്ടിയിട്ട്. അതിന് നമുക്ക് അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് നെറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് ലെവലിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഹോളുള്ള ടൈപ്പ്, നമുക്ക് ഓക്സിജനേഷനൊക്കെ നന്നായിട്ട് കിട്ടാൻ പാകത്തിന് നമുക്കിത് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തിട്ട് സിലിക്കോൺ വെച്ചാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 സൈഡും സിലിക്കോൺ വെച്ച് നെറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 4 സൈഡ് നന്നായിട്ട് വലിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു 1.5 ഇഞ്ചിൻ്റെ ആണി ഞാൻ ഇതുപോലെ എൽ ഷേപ്പിൽ വളച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി നല്ല വലിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല എയർ കണ്ടീഷനുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് ആൽമണ്ടിൻ്റെ ലിക്വിഡ്, ആൽമണ്ടിൻ്റെ ഇല തിളപ്പിച്ചെടുത്ത ലിക്വിഡാണ് ഒഴിച്ചത്. അതിനുശേഷം മീഥെയിൻ ഗ്ലൂ, നമുക്ക് ഫംഗസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മീഥെയിൻ ഗ്ലൂവിൻ്റെ 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് നന്നായി നിറച്ച് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എയർ പമ്പ്, ഒരു എയർ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്സിജനേഷന് വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് സ്റ്റോൺസ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സും മറ്റും നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനായി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് റെസ്റ്റ് വുഡും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 പീസ് റെസ്റ്റ് വുഡാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫിഷിനെ ഇതിലേക്ക് ഇടാം. ഞാനിവിടെ ഇടാൻ പോകുന്നത് ഗപ്പീനെയാണ്. നമ്മുടെ കയ്യിലുള്ള ഗപ്പീനെ ഇതിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് ഓക്സിജനേഷനും ലൈറ്റിങ്ങും നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു അക്വേറിയമാണ് ഈ കാണുന്നത്. 4 സൈഡിൽ 3 സൈഡും തെർമോക്കോളും, ഒരു സൈഡ് മാത്രമാണ് നമുക്ക് ഗ്ലാസ് ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.